ഗതാഗത നിയമ ലംഘനത്തിൽ കുടുങ്ങിയ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി KMML MDയുടെ പേരിലുള്ള ഇന്നോവ കാർ APM മുഹമ്മദ് ഹനീഷ് ഉപയോഗിച്ചുവെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നിയമവിരുദ്ധമായി സർക്കാർ ബോർഡും ഫ്ലാഷ് ലൈറ്റും സ്ഥാപിച്ച വാഹനം ആരാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്താൻ കോടതി തന്നെ ഉത്തരവിട്ടിരുന്നു. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഈ വിഷയം കോടതി ഇങ്ങോട്ട് സൂചിപ്പിച്ചതാണ്. ഇതിൽ എന്തുകൊണ്ടാണ് MVD നടപടിയെടുക്കാത്തതെന്നും കോടതി ചോദിച്ചിരുന്നു. ഇപ്പോൾ സർക്കാർ ആര്, എപ്പോൾ, എങ്ങനെ എന്നുള്ള ആ നിയമലംഘനത്തിന്റെ വിവരങ്ങളും നൽകുന്നുണ്ട്. ഇനി എന്ത്? ഈ കേസിൽ നിർണായകമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. കാരണം ഹൈക്കോടതി ജഡ്ജിമാർ നേരിട്ട് കണ്ട ഒരു നിയമലംഘനമാണിത്. കാരണം അവർ ചീഫ് ജസ്റ്റിസിനെ യാത്രയാക്കാനായി പോകുന്ന വഴി ആലുവ ഫ്ലൈ ഓവറിലൂടെ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് ചീറിപ്പാഞ്ഞു പോകുന്ന സർക്കാർ വാഹനം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഹൈക്കോടതി ഈ വാഹനം ഉപയോഗിക്കുന്നതാര്, ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം എന്ന ചോദ്യം സർക്കാർ അഭിഭാഷകനോട് ഉയർത്തിയത്. ഇതൊരു ഉത്തരവായി തന്നെ കോടതി നൽകി. അങ്ങനെയാണ് ഹൈക്കോടതിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി ആ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷാണ് ഈ വാഹനം ഉപയോഗിക്കുന്നതെന്നും ഈ വാഹനം പൊതുമേഖലാ സ്ഥാപനമായ KMMLന്റെ MDയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും സർക്കാർ അഭിഭാഷകന് കോടതിയെ അറിയിക്കേണ്ടി വന്നത്. ഈ വാഹനം ഇപ്പോൾ തിരുവനന്തപുരത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ആ വാഹനം വിട്ടു നൽകണമെന്നൊരു ആവശ്യവുമായി സർക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ആവശ്യം ഹൈക്കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സർക്കാർ വാഹനങ്ങളിൽ അനധികൃതമായി ബോർഡുകൾ വയ്ക്കുക, അനധികൃതമായി ഫ്ലാഷ് ലൈറ്റുകൾ വയ്ക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ കടുത്ത നടപടികളുമായി ഹൈക്കോടതി മുന്നോട്ട് പോകുന്നതിനിടെയാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഇത്തരത്തിൽ ഈ വാഹനത്തിന് മുകളിൽ ഫ്ലാഷ് ലൈറ്റും സർക്കാർ ബോർഡുമായി യാത്ര ചെയ്തത്. ഇതിൽ രണ്ട് തരത്തിലുള്ള നിയമലംഘനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, മുഹമ്മദ് ഹനീഷിന് വാഹനത്തിന് മുകളിൽ ഫ്ലാഷ് ലൈറ്റുമായി യാത്ര ചെയ്യാനുള്ള നിയമപരമായ അധികാരമില്ല. രണ്ട്, ഇത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വാഹനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനമായ KMMLന്റെ വാഹനത്തിൽ കേരള സ്റ്റേറ്റ് എന്ന ബോർഡ് വെച്ചുകൊണ്ടാണ് ഈ വാഹനം യാത്ര ചെയ്തിരുന്നത്. ഈ രണ്ട് കാരണങ്ങളും ഒരു തെറ്റാണെന്ന നിലയിലാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ സർക്കാരിന് ഉണ്ടായിട്ടുള്ള ഒരു വിശദീകരണം എന്നത് അദ്ദേഹം KMMLന്റെ ചുമതലയിൽ കൂടി മുഹമ്മദ് ഹനീഷ് ഉണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ആ വാഹനം ഉപയോഗിച്ചത് എന്നതാണ്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമലംഘനം എന്നത് ആ ഫ്ലാഷ് ലൈറ്റിന്റെ ഉപയോഗം തന്നെയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും അടക്കം ആ ഫ്ലാഷ് ലൈറ്റുകൾ വാഹനങ്ങളിൽ നിന്ന് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്.